നീ മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വപ്നങ്ങളൊക്കെ അച്ഛനറിയാം. അച്ഛനുമുണ്ട് ചെയ്തു തീർക്കാനേറെ. ഇപ്പോഴുള്ള കണിമംഗലം അങ്ങ് വീഴ്ത്തിയിട്ട് നമ്മൾ പണിഞ്ഞെടുക്കും പുതിയ കണിമംഗലം ഗ്രൂപ്പ്. എനിക്ക് പ്രസന്റോ? യെസ്, വളരെ വില കൂടിയൊരു പ്രസന്റ്. ഒരുപക്ഷെ താൻ തന്റെ ജീവിതത്തിൽ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രസന്റ്. എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാ അച്ഛാ? ബെഞ്ചമിൻ എന്നോടൊന്നും പറഞ്ഞില്ല. സോറി ഗൗതം, ഞാൻ പറഞ്ഞിരുന്നില്ലേ തന്റെ അച്ഛനെ പുറത്തിറക്കുന്ന പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ സഹോദരി സാറയ്ക്കാണെന്ന്. അവളുടെ ശീലം അങ്ങനെയാ. എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അറിയാൻ തുടങ്ങുക. ഈ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. ബെഞ്ചമിൻ, തന്റെ സഹോദരിയോട് എനിക്കൊന്ന് സംസാരിക്കണം. ഷോ സാർ. സാറാ, ചന്ദ്രശേഖർ സാറിന് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ഞാൻ കൊടുക്കാം. ഹലോ സാറാ. ഹലോ സർ. താങ്ക് യു സാറാ. ബെഞ്ചമിൻ എന്നോട് വന്ന് സാറയുടെ കാര്യം പറഞ്ഞിരുന്നുവെങ്കിലും താൻ ഇത്രയ്ക്ക് പവർഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സർവ്വശക്തിയും പ്രയോഗിക്കണ്ടേ സർ? ഗുഡ്. ഈ വേണ്ടപ്പെട്ടതെന്ന പ്രയോഗം, ബെഞ്ചമിൻ കുറേ നാളുകളായി എനിക്കും എൻ്റെ മകനും ആ പൊസിഷനിലാണ്. ഇപ്പൊ സാറയും. സത്യം പറഞ്ഞാൽ ഒരു ഇരുളടഞ്ഞു കിടന്ന വഴിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതാണ് എന്നെ. സർ, സാറിനെ പോലെ ഒരാൾക്ക് ഇത്രയും വലിയ വാക്കുകളൊന്നും പറയേണ്ട കാര്യമില്ല. യു ഡിസേർവ് ഇറ്റ്. സാർ അകത്ത് കിടക്കേണ്ടവനല്ല, പുറത്തുണ്ടാവണം. ഒരുപാട് കാര്യങ്ങള് വെട്ടിപ്പിടിക്കേണ്ടതല്ലേ. അപ്പൊ പിന്നെ വിശ്രമിച്ചാൽ എങ്ങനെയാ? നമ്മളിതുവരെ കണ്ടിട്ടില്ല. എപ്പോഴാ നമ്മളൊന്ന് കാണുക? മുഖാമുഖം കണ്ടൊരു താങ്ക്സ് പറയാനാ. നമുക്ക് കാണാം സാർ. നമ്മൾ കാണാൻ സമയമായിട്ടുണ്ട്. ഓക്കെ, കാണുന്ന ദിവസം സാറ പറഞ്ഞോളൂ. തൽക്കാലം കിട്ടിയിരിക്കുന്നത് പരോളല്ലേ. പരോള് കാലത്ത് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചോളണം. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളുടെ ഉപദേശം പോലെയാണ്. താങ്ക്സ്. താങ്ക്സ് അഗെയിൻ. സാറാ, ഞാൻ വിളിക്കാം. ശരി. അച്ഛാ, ബെഞ്ചമിനും സാറയും ചേർന്ന് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരുമായിരുന്നു. അതിനിടയിലാണ് രാധിക ശ്യാമ മേഡത്തിന്റെ മകളാണെന്നുള്ള വിവരം. അവരുടെ വിൽപ്പത്രം അനുസരിച്ച് അവരുടെ സ്വത്തിന്റെ പൂർണ്ണ അവകാശി രാധികയാണ്. എന്ന് പറഞ്ഞാ നമ്മൾ വരുന്ന കൊക്കയിൽ കൊണ്ടുപോയി ചാടിച്ച അവനുള്ള പിടിവളി തയ്യാറായിട്ടുണ്ടാവും. ഇപ്പൊ ശ്യാമയുടെ പേരിൽ കിടക്കുന്ന സ്വത്ത് രാധികയുടെയോ വരുണിന്റെ പേരിലോ രജിസ്റ്റർ ചെയ്ത് വരേണ്ടേ ബെഞ്ചമിൻ? അതുവരെ നമുക്ക് സമയമുണ്ടല്ലോ. ആ രജിസ്ട്രേഷൻ നടക്കാതിരുന്നാ പോരെ? സാർ, ഇങ്ങനൊരു ഷാർപ്പ് ഡിസിഷന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഗൗതം പലപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവൻ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. വൈകാതെ ശരിയാവും. പക്ഷേ ബെഞ്ചമിൻ, ഈ ഒരു പരോളിന്റെ ദിവസങ്ങളിൽ എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. സോ തൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി
ശ്യാമ രാധികയ്ക്കായി എഴുതി വച്ചിരിക്കുന്ന വിൽപ്പത്രം മേ ബി അത് ശ്യാമയുടെ ഷെൽഫിലായിരിക്കും. എനിക്കത് വേണം. ഇന്ന് രാത്രി തന്നെ. സാധിക്കൂ തന്നെ കൊണ്ട്. എനിക്ക് ആ ചോദ്യം ഇഷ്ടമല്ല. സാധിക്കണല്ലോ. നടത്തി തരേണ്ടത് എന്റെ ഡ്യൂട്ടിയല്ലേ. സാർ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ ആരോടാ മറുപടി പറയേണ്ടതെന്നറിയോ? സാറയോട്, എന്റെ പെങ്ങളോട്. ഇന്ന് രാത്രി ശ്യാമയുടെ വീട്ടിൽ നിന്ന് ഞാനത് എടുത്തിരിക്കും സാർ. എന്താടാ, സന്തോഷമായോ നിനക്ക്? അച്ഛൻ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ 1000 ആനകൾ ഒന്നിച്ചു ചേർന്നുള്ള ശക്തിയാണ്. അതിൽ കൂടുതൽ എന്ത് വേണം വിശ്വസിക്കാൻ? നീ മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വപ്നങ്ങളൊക്കെ അച്ഛനറിയാം. അച്ഛനുമുണ്ട് ചെയ്തു തീർക്കാനേറെ. ഇപ്പോഴുള്ള കണിമംഗലം അങ്ങ് വീഴ്ത്തിയിട്ട് നമ്മൾ പണിഞ്ഞെടുക്കും പുതിയ കണിമംഗലം ഗ്രൂപ്പ്. $25 കോടി രൂപയോ? ഇവള് കഴിഞ്ഞ ജന്മത്തില് കൊള്ളക്കാരിയായിരുന്നെന്നാ തോന്നുന്നേ. അവിടെ നിനക്ക് തെറ്റുപറ്റി പത്മിനി. കഴിഞ്ഞ ജന്മത്തിലല്ല, ഈ ജന്മത്തിലാ അവള് കൊള്ളക്കാരിയായി പിറന്നിരിക്കുന്നത്. വില പറഞ്ഞത് അവളാണെങ്കിലും പറയിപ്പിച്ചത് സുകുമാരിയെ. കണിമംഗലത്ത് നിന്ന് പടിയിറങ്ങേണ്ടി വന്നാലും കണിമംഗലത്തിനൊപ്പം തന്നെ പേരക്കുട്ടി ജീവിക്കണമെന്ന് സുകുമാരി മനസ്സിലങ്ങ് തീരുമാനിച്ചു കാണും. വരുൺ, നിന്റെ തീരുമാനം എന്താ? അച്ഛാ, ഇത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അംഗീകരിക്കാതെ പിന്നെ രാധികയും നീയും എങ്ങനെ ഒന്നിച്ച് ജീവിക്കും? നമ്മൾ ഇതിന്റെ എല്ലാ വശങ്ങളും നോക്കണം. അവരായിട്ട് ഇങ്ങോട്ടൊരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതല്ല. ആരതി വർമ്മ നിനക്കും രാധികയ്ക്കും വേണ്ടി അവരോട് റിക്വസ്റ്റ് ചെയ്തതാണ്. നഷ്ടപരിഹാരം എത്ര വേണമെന്ന് അവരോട് ചോദിച്ചതാണ്. അതിൽ നിന്ന് തന്നെ അവർക്ക് വ്യക്തമല്ലേ, അവർ ഈ വിവാഹമോചനത്തിന് തയ്യാറായില്ലെങ്കിൽ നിനക്കും രാധികയ്ക്കും അതെത്ര ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. ആരതി തന്നെ അവരുടെ മുന്നിൽ നേരിട്ട് ചെന്നതുകൊണ്ട് നിയമപരമായി ഒന്നും ചെയ്യാനാവില്ലെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യവും കിട്ടിക്കാണും. അതിനെല്ലാത്തിനും ചേർത്ത വിലയാണ് 25 കോടി.